Assalamualaikum, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു 3 ഫേസ് പാക്കാണ് കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മാത്രമേ ഉള്ളൂ, ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. ആദ്യത്തെ ഫേസ് പാക്ക് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മളെല്ലാവരും വീട്ടിൽ കാണപ്പെടുന്നതാണ് അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ അരിപ്പൊടിയുടെ പകുതി, അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ കടലപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസായിട്ടും പോകരുത്, എന്നാൽ ഒരുപാട് തിക്കായിട്ടും പോകരുത്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് വേണ്ടത്, ഒലിച്ചു പോകരുത്. ആ ഒരു രീതിയിലുള്ള പാക്ക് ഉണ്ടാക്കിയത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മെല്ലെ കേക്ക് കളയുക. ഒരുപാട് ഇങ്ങനെ ഇട്ട് റബ്ബ് ചെയ്യാണ്ട് മെല്ലെ കേക്ക് കളയുക. മെല്ലെ കേക്ക് കളയുമ്പോൾ നോർമലായിട്ടുള്ള വാട്ടറിൽ കേക്ക് കളഞ്ഞാൽ മതി. ആ സമയത്ത് ഇനി ഫേസ് വാഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ഇട്ടിട്ട് കേക്ക് കളയുക. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അരിപ്പൊടിയും അതുപോലെ തന്നെ കടലപ്പൊടിയും തൈരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഈ പറയുന്ന ഫേസ് പാക്കൊന്നും ഒരിക്കലും ഡെയിലി ചെയ്യാൻ പോകരുത്. വീക്കിലി 1 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 2 വീക്കൊക്കെ കൂടുമ്പോൾ ചെയ്താലും മതി. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അതായത് വീക്കിലി ചെയ്യുകയാണെങ്കിൽ എല്ലാ വീക്കിലും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഐറ്റം തന്നെയാണ് കടലപ്പൊടി. നേരത്തെ പറഞ്ഞ ആ കടലപ്പൊടിയാണ് കുറച്ചധികം എടുക്കേണ്ടത്. ഈ കടലപ്പൊടിയിലോട്ട് നമ്മൾ തക്കാളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് എടുക്കുക. ഒരു 1/2 പീസ് തക്കാളിയുടെ ജ്യൂസ് മതിയാവും, അത് എടുക്കുക. അതിനുശേഷം ഒരു 1/2 പീസ് ലെമൺ അലർജി ഇല്ലാത്തവർക്ക് മാത്രം എടുത്താൽ മതി. അധികം എടുക്കരുത്, വളരെ കുറച്ച് മാത്രം എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ മിക്സിനെ പോലെ തന്നെ ഒരുപാട് ലൂസും ഒരുപാട് തിക്കും അല്ലാത്ത ഒരു ഫോമിലാണിത് വേണ്ടത്. എന്നിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കുത്തുക. അതിനുശേഷം കേക്ക് കളയുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ 2 എണ്ണം പറഞ്ഞത്. അടുത്തതായിട്ട് വരാൻ പോകുന്ന അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് മാറ്റം തന്നെ നിങ്ങളെ ഫേസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സ് ആണ്. ഓട്സ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഓട്സ് എടുക്കുക. ഓട്സ് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ആവശ്യത്തിന് എടുക്കുക. പിന്നെ തൈര് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിലോട്ടും തൈര് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തൈര് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു റിസൾട്ടിന് നമ്മുടെ ഫേസിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാട് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫേസ് പാക്കൊക്കെ ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനെല്ലാം ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവർക്കും അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലീച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള 3 ഫേസ് പാക്ക്, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് സ്ക്രബിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും, ബൈ.